ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ, എടി പുഷ്പലതേ, നീ നമ്പറിൽ വിളിച്ചേക്കണ. എന്റെ പെണ്ണുമ്പുള്ളാണ്ട ഭയങ്കര പ്രശ്നമെന്ന്. ഇത് തോൽസിമാടി രണ്ടെണ്ണുള്ളത്. നീ മറ്റേല് വിളിക്ക, ഇതിൽ വിളിക്കല്ലേ? തെങ്ങുകയറ്റക്കാരൻ മോഹനൻ. നീ പേനെടുക്ക. മോഹനാ, നീ തെങ്ങേ കയറി കയറി പെൺപിള്ളേരുടെ വാട്സപ്പിലും കയറി തുടങ്ങിയ. ശരിയാക്കി തരാട്ടാ. 80 89 75 77 07 ഒരു മേങ്കുടി തന്നിട്ട് കാട്ടായല്ല. എടാ മോഹനാ, ഇനി അവളെ എപ്പോഴാണ് അവ വിളിക്കുന്നത്? നീ ഇന്ന് വൈകുന്നേരം വരെ ഈ ഒറ്റ തെങ്ങേ തന്നെ കയറേണ്ടി വരും. പുഷ്പലതേ, പുഷ്പലതായിരിക്കും. തേങ്ങാക്കുല കട്ടായല്ല. അയ്യടാ, മാങ്ങാത്തൊലി പിന്നെയും കട്ടായല്ല. ദൈവം, ഇത് കാണാൻ വേറെ ആരുമില്ലല്ലോ ഇവിടെ. ഇതവളാണ് പുഷ്പലത. ഞാൻ എത്തി. ഇതൊന്ന് ചാകെ കൊടുക്കണം. കട്ടായി. വിടൂലടി പുഷ്പേ. എന്റെ ഷാജി, ഞാൻ നിന്നെ അന്വേഷിച്ചെടുക്കരുത്. എന്നെ അന്വേഷിച്ച് നടക്കണെന്ന സൈക്കിളും ചവിട്ടി വന്നെ നീയാ. നിന്റെ തമാശകളി വേണ്ടിട്ടാ. എന്താണ് കാര്യം? എന്താണെന്ന്? എടാ, ഇന്നലെ നമ്മുടെ വായനശാലയുടെ മീറ്റിംഗ് ആയിരുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തെ കുറിച്ച്. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചില്ലെന്നല്ല, നിന്നെ ഒഴിവാക്കാനാണ് അവര് പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ നീ ഉണ്ടാവില്ല. എന്നെന്തിനാ ഒഴിവാക്കണത്? ഞാനില്ല, പിന്നെ നീ എങ്ങനെ ഉണ്ടാവണത്? അത് ശരിയാണല്ലോ. ഇതിനൊക്കെ കാരണം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അയാൾക്കിട്ട് പണ്ട് ഞാനൊരു പണി കൊടുത്തായിരുന്നു. അയാളുടെ വീടിന്റെ വാതിക്ക് ടാർ ചെയ്യാൻ വന്ന ഒരു ഹിന്ദിക്കാരന്റെ ഒപ്പേ അയാളുടെ ഇളയ മോളെ ഞാൻ പറഞ്ഞു വിട്ടു. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? അതിനൊക്കെ നമ്മളോട് ഇങ്ങനെ കാണിക്കാൻ മഹാ ബോറാട്ടാ. ഇനിയിപ്പോ എന്തിയോടമ്മ? എടാ, നമ്മള് രണ്ടുപേരും ഇല്ലാതെ ഈ ചുക്കില് ഓണോന്നല്ല ഒരു ചുക്കും നടക്കാൻ പോണില്ല. അത്രേ ഉള്ളൂ. നീ സൈക്കിൾ എടുക്കടാ. എന്താടാ? പഞ്ചറായിന്ന്. തള്ളിക്കോ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാം. തള്ളടാ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാന്ന്. അവിടെ വെക്ക് വെക്ക്. വാടാ ചേട്ടാ. ലോ, ഒന്ന് പഞ്ചർ ഒട്ടിക്കണമല്ല. ഇയാൾക്കെന്താ ചെവിയേക്കല്ലേ? ചേട്ടാ, ഈ സൈക്കിളൊന്ന് പഞ്ചർ ഒട്ടിക്കണമെന്ന്. പൊളിച്ച് കീറണ്ട, എനിക്ക് ചെവിയേക്കാം. ഓ ചേട്ടാ, ഒന്ന് പഞ്ചർ ഒട്ടിച്ചേട്ടാ. എടോ, ഞാൻ ഒരു പണി ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? ഇത്രയും പണി തീർത്തതിന് ചേട്ടാ നിങ്ങളുടെ സൈക്കിൾ പഞ്ചർ ഒട്ടിച്ച് തരാൻ പറ്റൂ? അല്ല, ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. എടാ, നീ എന്നോട് മിണ്ടല്ലേ, പോടുന്നു. അതെ, അവന്റെ സൈക്കിളല്ല, എന്റെ സൈക്കിളാണ്. ആരുടെ സൈക്കിളാണല്ലോ എനിക്കെന്തുവാ? എന്റെ പണി കഴിഞ്ഞാൽ എനിക്ക് പറ്റൂ. ഇവന് ഭയങ്കര മൊടയാണല്ലോടാ. എങ്ങനെ മൊടയാവാതിരിക്കും? അറിയില്ല പുള്ളിന്. എടാ, ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ പുള്ളി. പേരെന്താന്നറിയാമോ? സോഹൻലാൽ. പുള്ളി വെച്ചേക്കണ ഫ്ലെക്സ് ആണത്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചുക്ക്. എന്താടാ ആ മോഹൻലാൽ ഫ്ലെക്സിന്ന് ഇറങ്ങി വന്നെ കാണണം. എങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ചിരിച്ചാ മതി. ഞാൻ ചിരിച്ചാവുന്നു. എന്നാ വാങ്ങ. കറക്റ്റ് മോഹൻലാലാട്ടാ. നീ ഒന്ന് പോടാന്ന്. അവന് മോഹൻലാലിന്റെ ലുക്കൊന്നുമില്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ? കീറി നോക്കിയേ, കൂഞ്ഞി പിടിച്ച കീറിയുണ്ട. കറക്റ്റ് മോഹൻലാല്. ശരിയാണ്ടാ. ഇപ്പൊ ഏതാണ്ട് ലുക്കൊക്കെ ഉണ്ട്. ഏതാണ്ടൊക്കെ എല്ലാം ഉണ്ട്. സാധനം മെഴുകി തുടങ്ങിയിട്ടുണ്ട്. കണ്ട? ഇപ്പൊക്കെയാണ്. ഇത് മോഹൻലാലല്ലെന്ന് ആരും പറയല.
ആ ഫ്ലെക്സിൽ ഇരിക്കുന്ന പോലെ തന്നെ. അത് ബൈക്കിൽ, ഇത് സൈക്കിള്. രണ്ടും മോഹൻലാൽ തന്നെ. പക്ഷെ കൈ ഒന്ന് പൊക്കണമല്ലേ? പണ്ട കൈ പൊക്കിയടാ. ഇനി നമ്മുടെ നാട്ടിലൊരു മോഹൻലാലായി. ഇതെങ്ങനെ വാർത്തെടുക്കേണ്ടത്? പക്ഷെ മോഹൻലാലാകുമ്പോ ഒറ്റ കറക്കോ കറങ്ങും പെട്ടെന്ന്. അടിപൊളി. ഏത് മോഹൻലാലാ സൈക്കിളുടെ പണിയെടുക്കണത്? അത് ശരിയാണ്. ഒറ്റ മോഹൻലാലും സൈക്കിളുടെ പണിയെടുക്കില്ല. അതിന്റെ ആവശ്യമില്ല അവർക്ക്. കളഞ്ഞടാ. അത് ഏത് മോഹൻലാലും അങ്ങനെ തന്നെയാണ്. ഓ സംഭവം ഉണ്ടാ. മോഹൻലാൽ ഓടണ പോലെ കാണിക്കും, ഓടൂല, ദൂരത്തേക്ക് പോണ പോലെ. ഈടെ തല കുത്തിമറിയണ്ട. അയ്യോടാ പാവം. നിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ല, അവിടെ കിടന്ന് മെഴുകട്ടാ. ഒരു പ്രാവശ്യം കൂടി മറി. അതേ കറക്റ്റ്. ഇവരെത്രക്ക് പൊട്ടനാണ്. പിന്നെ ലാലേട്ടനെ സ്വീകരിക്കണ്ടേ? ഞാനും എന്റെ കോപ്രായം കണ്ട ചിരിക്കുന്ന. എവിടെ പോയിക്കരുത്? എന്റെ ക്രൂഡിംഗ് ഗ്ലാസ് എടുക്കാൻ, എന്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഏതവനെ തല്ലി പൊട്ടിച്ച് അവന്റെ കാര്യം ഞാൻ വെട്ടിയെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമോ? പഞ്ചർ മോഹൻലാലെ പഞ്ചർ ഒട്ടിച്ചില്ല. മോഹൻലാലല്ല, മോഹൻലാൽ. ഇഷ്ടപ്പെട്ടവരെന്നെ ലാലേട്ടൻ എന്ന് വിളിക്കും. ഇവനൊക്കെ എങ്ങനെയാണ് ലാലേട്ടാന്ന് വിളിക്കണത്? ലാലേട്ടൻ കണ്ടാലില്ല കൊല്ലായപ്പ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഒരുത്തങ്കാരനാണ്. ഇനി അവനത് പഞ്ചർ ഒട്ടിച്ച് തരുമെന്ന് തോന്നണ്ട. പഞ്ചർ ഒട്ടിച്ചില്ലെങ്കിൽ എന്താ? നമ്മുടെ നാട്ടിലൊരു മോഹൻലാലിനെ കിട്ടിയില്ലേ? ദേ നോക്കിയേ. ഇവളിത് എവിടെ പോയി? ഏത് നേരത്ത് നോക്കിയാലും നിനക്കിതെന്ത് പറ്റി? ചേട്ടൻ ആകെ കോലം കെട്ടിരിക്കുന്നു. ചേട്ടനിതാ പെട്ടെന്ന്. സൂര്യ, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്താ ആപ്പാടെ വേർതിരിക്കുന്നു? അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കായിരുന്നു. ഫാനിന്റെ അടിയിലിരുന്നാണോ വേർക്കുന്നത്? അല്ല, ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫാനിന്റെ സ്വിച്ച് ഇടാൻ പോയപ്പോ. എന്താ, നിനക്ക് പനിയുണ്ടോ? ഒന്നുമില്ല ഏട്ടാ. തലവേദന ഉണ്ടോ? അല്ല, പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ. ചേട്ടൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതല്ല, ചേട്ടൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആകെ പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ. ഭക്ഷണം എന്തിനാ ഉണ്ടാക്കണേ? ഞാൻ വരുന്ന വഴിക്ക് ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ ചില്ലി, ഇതെല്ലാം കഴിച്ചോ? ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ ശ്രീധരൻ ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തിയൊക്കെ കഴിച്ച്. അല്ലെങ്കിൽ എനിക്ക് അറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്. വാ ഏട്ടാ, അകത്തേക്ക് വാ. വാ. ഇത്ര നാളിന് ശേഷം വന്നത് TV കാണാനാ? സുഖല്ലേടി? നീ എന്തൊടി പാട്ട് പാടുന്നത്? ഞാൻ പാട്ട് പാടിയതല്ല. പിന്നെ ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്നത്. അത് ശരി. ഇങ്ങനെയാണോ കരയണത്? നീ എന്തിനാ കരയണത്? എന്റെ ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്നത്. എന്ത് പറ്റി ഇപ്പൊ? എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നത് അറിയില്ലേ? ആദ്യം വന്നത് ഒരു SI. അത് നിന്റെ അച്ഛനെ തേങ്ങാമോഷണ കേസിന് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ? രണ്ടാമത് വന്നത് ഒരു വക്കീലാ. അതാ തേങ്ങാമോഷണ കേസ് വാദിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്താ ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നേ? ഇത്രയും നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത്. എടി, അതിനിപ്പോ എന്തുണ്ടായിന്ന്? ചേട്ടന് പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത്. എന്ത്? ചേട്ടൻ അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മ എന്ത് ചെയ്തു? ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും, എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കും, ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ദേ ഇപ്പുറത്തെയും വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പറ്റി പരദൂഷണം പറയാ. ഞാൻ കുശുംബത്തിയാണ്, ഞാൻ അസൂയക്കാരത്തെയാണ്, ഞാൻ കാലമാടത്തെയാണ്, ഞാൻ കള്ളിയാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാവോ? ഇതുകൊണ്ടല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിക്ക് പോയത്. എന്നാ പിന്നെ തള്ളയും കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സമാധാനം വേണ്ടല്ലേ? അതൊക്കെ പോട്ടെ, ചേട്ടൻ എനിക്ക് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടു? അങ്ങനെ ചോദിക്കേ. ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചോദിക്കാനുള്ളത്. എന്റെ സുന്ദരിക്കുട്ടിക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്നേക്കണെന്ന് അറിയാമോ? വേഗം പറ. 6000 ദിറത്തിന്റെ ഒരു സാരി. 6000 നിറങ്ങളുള്ള സാരിയോ? അതൊന്നും വേണ്ട, 2 നിറമുള്ള സാരി മതി. 6000 നിറമുള്ള സാരിയല്ല, 6000 ദിർഹത്തിന്റെ സാരി. അതായത് ഏകദേശം 60,000 രൂപ ഇന്ത്യൻ മണിയുള്ള സാരി. 60,000 രൂപ വിലയുള്ള സാരിയോ? അതൊന്നും വേണ്ടായിരുന്നു. എന്നാലും കൊണ്ടുവന്നല്ലേ, അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ? എടി, നീ ആ ബോഡി ഗാർഡ് സിനിമ ഉണ്ടോ? അതിനകത്ത് നമ്മുടെ നയൻതാര പാട്ട് സീൻ ഇട്ടുകൊണ്ട് വരത്തില്ലേ? ഒരു പിങ്ക്
സാരി? പിങ്ക് കളർ. ഷിഫോൺ. ആ. ഇവിടെ നിറയെ ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്ത്. അപ്പൊ ആ സാരി ഉടുത്താ ഞാനും നയൻതാരെ പോലെ ഇരിക്കുമല്ലേ? നയൻതാരല്ല, ഒരു പഴുതാരെ പോലെയാ. ഒന്ന് പോ ചേട്ടാ, ഇന്ന് നമുക്ക് കിടക്കാം. അയ്യോ, ചേട്ടന് ഹാർട്ട് അറ്റാക്ക്. എടി അതല്ല, തോക്ക്. അമ്മണേ, അമ്മണേ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. കിണറ്റിന്റെ വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ. സത്യം പറ, ആരാ ഈ അമ്മണി? ഏതമ്മണി? നിങ്ങൾ അമ്മണിയോട് പറഞ്ഞില്ലേ? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മണിയോട് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തൊട്ടൊന്ന് പറഞ്ഞു? ഇല്ല. കിടന്നുറങ്ങാൻ നോക്ക്. ഉറക്കമില്ല, ഉറക്കമില്ല. ഒരു വന്നേക്കുന്നു. ഇനി നീ വീട്ടിൽ കേട്ടോ. ഞാൻ കേട്ടത്. ശാന്ത, എന്റെ ശാന്ത, എന്റെ കട്ടപ്പനയിലെ ശാന്ത, എന്നെ വിട്ടു പോകരുത്. നീ എന്റെ അടുത്തേക്ക് വാ. ആ റബ്ബറും തോട്ടത്തിൽ കൂടി വാ. ശാന്ത, റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടി വാ. വെട്ടുകുഴിയിലെങ്ങും വീഴരുത്. വെട്ടുകുഴിയിലെങ്ങും വീഴല്ലേ. വെട്ടുകുഴി ഉണ്ടോ അവിടെ? വീഴരുത്. വെട്ടുകുഴി എവിടെയമ്മേ? വെട്ടുകുഴി. പറ, ആരേ ശാന്ത? ആരേ അമ്മണി? ആരേ? കുറെ നേരമായല്ലോ ശാന്ത അമ്മണി. ഏത് ശാന്ത, ഏത് അമ്മണി, ഏത് ടുട്ടു? നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ടുട്ടു ശാന്ത അമ്മണിന്ന്. എനിക്ക് ഇപ്പൊ അറിയണം ആരായി ശാന്ത. എനിക്കൊരു ടുട്ടുവിനെ അറിയത്തില്ല, അമ്മണിനെ അറിയത്തില്ല, ശാന്തനെ അറിയത്തില്ല. നിങ്ങൾക്കറിയാം ടുട്ടുവിനെ, ശാന്തനെ, അമ്മണിനെ. ഞാനിപ്പോ കേട്ടതല്ലേ. കാര്യം ചെയ്യും, ഇതെടുത്ത് വായങ്ങ പൊത്തിക്കെട്ട്. അപ്പൊ ശരിയാവൂല്ലോ. മിണ്ടല്ലെന്ന് അറിയാലോ. ഞാൻ എന്റെ അമ്മ പോയി പട്ടി. കുഴപ്പമില്ല, ആരെയും കിടക്കലാണോ? ഇക്കിളിയാക്കല്ലേ രാജപ്പൻ ചേട്ടാ. നുള്ളി നോവിക്കല്ലേ. ഒന്ന് പോടുന്നു. ചുമ്മാ ഇരിക്ക്. അടങ്ങിയിരിക്കും രാജപ്പൻ ചേട്ടാ. ചുമ്മാ ഇരിക്കാനല്ലേ പറഞ്ഞത്. എനിക്ക് ഇക്കിളിയാവുന്നു. ചുമ്മാ തരി രാജപ്പൻ ചേട്ടാ. എന്താ? ആരടി രാജപ്പൻ? രാജപ്പൻ അതാരാ? സത്യം പറടി, ആരടി രാജപ്പൻ? എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലല്ലേ? രാജപ്പൻ നിനക്കറിയത്തില്ലല്ലേ? നീ പോക്കത്തി കിടന്ന് പറഞ്ഞില്ലേ ആരടി രാജപ്പൻ? എനിക്കറിയത്തില്ല രാജപ്പൻ ചേട്ടന്. രണ്ടിലൊന്നെനിക്ക് പറയണം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ രാജപ്പൻ. എനിക്കറിയത്തില്ല രാജപ്പൻ ചേട്ടൻ. നിന്നെയും കൊല്ലും ഞാൻ, രാജപ്പനെ കൊല്ലും. എനിക്ക് രാജപ്പനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഒരക്ഷരം നീ വേണ്ടി പോരുത്. ആ രാജപ്പനെ എങ്ങനെ എന്റെ കിട്ടിയാ നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. എനിക്ക് അവനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഞാനാ രാജപ്പൻ. എന്നെ കൊല്ലരുത്. വേണ ചേച്ചിയെ കൊന്നു.